ഗുഡ് മോർണിംഗ്. എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ എല്ലാവരും കാണണം, എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ വരുന്നത് കുട്ടികൾ ഒരു ടീനേജ് ഏജിലുള്ള പിള്ളേരുടെ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വരുന്നത്. അതായത് നമ്മൾ മക്കളെ അവരുടെ പഠിത്തം SLC കഴിയുമ്പോൾ +2 ചേരും. ഈ 10ാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് ഒത്തിരി ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ദേഷ്യം, അവർക്ക് കോപം, അവർക്ക് കുറച്ച് വാശി, പഠിത്തത്തിൽ കുറച്ച് ഉത്സാഹക്കുറവ്, അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഒരുപാട്, ഞാനൊക്കെ അങ്ങനെയായിരുന്നു, വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ്, അവർക്കത് ശരിയായ രീതിയല്ല. അവരെ സ്നേഹത്തോടെ ഇരുത്തി അവരെ സംസാരിച്ച് അവരെ മാറ്റിയെടുക്കാനും അവരെ നല്ല രീതിയിലേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു അറ്റംപ്റ്റ് നമ്മൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇനി അഥവാ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാവരും ബിസിയാണ്, ജോലിയും ഒക്കെ ആയിട്ട് രാവിലെ പോകും, വൈകിട്ട് വരും, അങ്ങനെയൊക്കെ ഭയങ്കര ബിസി ആയിരിക്കുന്ന ടൈമിൽ ഇതിനൊക്കെ ആയിട്ട് ഇപ്പം ഡോക്ടേഴ്സുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, കുട്ടികളുടെ ആണെങ്കിലും ഒക്കെ. അവരെ നമ്മൾക്ക് ഇത് ചെയ്യാം, അപ്പോയിൻമെൻ്റ് എടുത്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത്. പിന്നെ ഈ 16 വയസ്സ് 10 കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവരെയൊക്കെ നമുക്ക് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതിന് നമ്മൾ പാരൻസ് മുൻകൈ എടുക്കണം. ഏത് തരത്തിൽ, ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സുമായിട്ടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഇപ്പം +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ ദൂരെ വിട്ട് പഠിപ്പിക്കുന്നു. അവിടെയൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെല്ലാം ടൈപ്പ് ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെയാണ് പിള്ളേരെല്ലാവരും കുറേയൊക്കെ വഴിതെറ്റി പോകുന്നത്. അവർ ചെറിയ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നു, ചെറിയ അനാവശ്യമായ കൂട്ടുകെട്ടുകളും അനാവശ്യമായ രീതികളിലേക്കും ഒക്കെ അവർ പോകാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ മക്കളെ നമ്മൾക്ക് മാക്സിമം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലത്. ഇല്ല, നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ദൂരെ വിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പുറത്ത് UK പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പിള്ളേരെ വിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ അവർക്ക് സ്വാതന്ത്ര്യം, അവർക്ക് ലിമിറ്റേഷനില്ല. അവർ നമ്മളെ വിട്ടു നിൽക്കുന്നു. അതുവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് വളരെ ശ്രദ്ധയോടെ വളർത്തിയിരുന്ന മക്കൾ അവർ പോയിക്കഴിഞ്ഞാൽ അവരുടേതായ ലോകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ടാവും, ഫ്രീഡം കിട്ടുന്നു. അതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ മാക്സിമം മക്കളെ നല്ല രീതിയിൽ വളർത്താനും നമ്മുടെ കൂടെ തന്നെ നിർത്തി പഠിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്നും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന്, ഇപ്പോഴത്തെ ലോകത്ത് നടക്കുന്ന കാര്യമല്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഏജിൽ പിള്ളേർക്ക് ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പിള്ളേർ വളരെയധികം ഫാമിലീസിൽ നല്ല രീതിയിൽ അമ്മമാരെ എന്തെങ്കിലും പാരൻസ്, അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്നില്ല. ഇവർക്ക് എന്തിൻ്റെ ഇതാണെന്ന് അവർ ചിന്തിക്കുകയുള്ളൂ. അവരുടെ ആ പ്രായത്തിൻ്റെയാണത്. പിന്നെ കുറേ മക്കൾ ഇങ്ങനെ വയലൻ്റ് ആകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രഗ്നൻസി ടൈമിൽ അനുഭവിക്കുന്ന, ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഫാമിലിയിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും വേറെ തരത്തിലാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്ന ടെൻഷൻസ് ഒക്കെ ഈ കുട്ടിയെയും ബാധിക്കും. ആ കുട്ടി അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി
നല്ല ഫാമിലിയിൽ നല്ല രീതിയിൽ നല്ല അച്ഛനും അമ്മയും സന്തോഷമായിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കുട്ടികൾ, ജനിച്ചു വരുന്ന കുട്ടികൾ, അവർ കുറേ നല്ല മാതൃകയായിരിക്കും അവർ. ഇല്ല എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും ദേഷ്യവും അടിപിടിയും ബഹളവുമുള്ള, ശ്രദ്ധിക്കണം നമ്മൾ, ഓരോ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫാമിലിയിലെ മക്കൾ അവരും വയലൻ്റായി ദേഷ്യക്കാരായി അല്ലെങ്കിൽ വേറെ കൂട്ടുകെട്ടിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ചിലപ്പോൾ മോശമായ രീതിയിലും ഒക്കെ അവരെ കാണാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവർ വിഷമിച്ചാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്ന് അവരുടെ മൈൻഡൊന്ന് ഇച്ചിരി അറിവ് വെച്ച് കഴിയുമ്പോൾ അവരിത് കാണുന്നത് ഈ അച്ഛനും അമ്മയും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ നല്ല മക്കളായി വളരും? അപ്പോൾ അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മാരേജ് കഴിഞ്ഞു, കുട്ടികളുണ്ടാകുന്ന ആ കുട്ടികളെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മളതിന് പ്രിപ്പയർഡായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നല്ല ഭാര്യയും ഭർത്താവുമായിരിക്കുവാനും നല്ല അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുവാനും നമ്മളുടെ ദൈവികമായിട്ടുള്ള ഇതിലേക്കൊക്കെ നമ്മൾ മുന്നോട്ട് വരാനും ഒക്കെ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി നല്ല ഒരു കുട്ടിയായിട്ട്, പെണ്ണോ ആയിക്കോട്ടെ ആണോ ആയിക്കോട്ടെ, അവനെ അവളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി ഈ നാടിനെ തന്നെ ഒരു മാതൃകയാക്കി വളർത്തുവാൻ സാധിക്കും. ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഈ പെരുമ്പാവൂർ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ അയാളുടെ പക്കൽ നിന്നും കഞ്ചാവോ എന്തോ പിടിച്ചതിന് ശേഷം പോലീസ് അയാളെ ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ ഫോൺ കിട്ടി. അയാളുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടിയെ അയാൾ പീഡിപ്പിക്കുന്ന ദൃശ്യമാണ് അതിൽ നിന്നും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചത്. അപ്പം അതുപോലെയുള്ള ആ അവസ്ഥ, അപ്പോൾ സ്വന്തക്കാരൻ ഒരു അമ്മാവനോ ആരോ റിലേഷനുള്ള ആളാണ് ഈ കുട്ടിയെ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ നല്ല ഹൈ സ്റ്റാൻഡേർഡ്, വലിയ നല്ല പൊസിഷനിൽ ഭയങ്കര സേഫ്റ്റി ആയിട്ട് അവർക്ക് മക്കളെ നോക്കാൻ 10 വേലക്കാരും 10 പരിചാരകരും മറ്റേ വീട്ടിലെ ആൾക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പല സാഹചര്യത്തിൽ എങ്കിലും മക്കളെ നമ്മൾ സ്വന്തം എന്ന് പറയാനായിട്ട്, സ്വന്തമാണെങ്കിലും സ്വന്തം അമ്മാവനോ റിലേഷനിൽ മക്കളോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ ആൺകുട്ടികളെയും നമ്മൾ വളരെയധികം സുരക്ഷിതമായിട്ട് വളർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പോൾ റിലേഷൻ ഒന്നും വേണ്ടാന്ന് പറയണില്ല, നമുക്ക് കസിൻസിനെ വേണം, നമുക്ക് ബന്ധങ്ങൾ വേണം. പക്ഷേ ഈ ലോകത്തിൽ എല്ലാവരും നല്ലതാവണമെന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സ്വന്തം അച്ഛൻ പോലും പീഡിപ്പിക്കുന്ന, ഓരോ കുടുംബങ്ങളിൽ പീഡിപ്പിക്കുന്ന മക്കളുണ്ട്. നമ്മൾ ഓരോ ഇതിലും വായിക്കുന്നുണ്ട്, നമുക്ക് അറിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മുടെ അമ്മമാർ മക്കളെ ചേർത്ത് പിടിച്ച് നമ്മൾ 2 കണ്ണല്ല 10 കണ്ണും 10 കൈയും 10 തലയും വെച്ചില്ലേ രാവണൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് നമ്മളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് 16 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ ഡിഗ്രിയിലോട്ടൊക്കെ ആകുന്ന മക്കളെ നമ്മൾ മാക്സിമം ശ്രദ്ധ കൊടുത്ത് തന്നെ വളർത്തണം. അവർക്ക് അവരുടെ പിന്നിൽ നമ്മളെപ്പോഴും ഒരു കണ്ണ് വേണം. അവരുടെ കോളേജിലായിക്കോട്ടെ, അവർ താമസിക്കുന്ന ഹോസ്റ്റലിലായിക്കോട്ടെ, അല്ല അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ വെക്കുകയാണെങ്കിൽ കുറേ അധികം നമുക്ക് അവരെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനായിട്ട്. അപ്പം എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ.